നമ്മുടെ മനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു ആത്മീയ രഹസ്യം ഇതാണ്, മർമ്മം ഇതാണ്. വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിനെ മഹത്വം കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രവർത്തിക്കുന്നത് ഈശോ തന്നെയാണ്. മനുഷ്യൻ്റെ വാക്കുകൾക്കല്ല വില കൊടുക്കേണ്ടത്, ദൈവത്തിൻ്റെ സ്വരത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കും. 10 വർഷത്തോളമായി ഞാൻ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് വന്നിട്ട്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും വിടുതലുകളും തന്നെയാണ് ഇന്ന് ഈ 10 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ ശുശ്രൂഷയിൽ നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം. ഒരിക്കലും നടക്കില്ല, സംഭവിക്കില്ല, മാറില്ല എന്ന് കരുതിയ ജീവിതത്തിൻ്റെ മേൽ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് ചലിക്കുന്നത് കണ്ടിട്ട്, ആ ചലനത്തിൽ ദൈവാത്മാവിൻ്റെ ചലനം സാധ്യമാകുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഇന്നലകളിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ സായനത്തിൽ നിൽക്കുന്നത്. സ്വരമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊന്നും മനുഷ്യന്റെ കഴിവല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിലെ ബലിയുടെ അനന്തമായ യോഗ്യതയാണ് ഓരോ നിമിഷവും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വചനങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്: എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. ആരോടാ പറഞ്ഞേ? എനിക്ക് ദയ തോന്നുന്നവരോട് ദയ കാണിക്കും. കർത്താവ് പറയുന്നു, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു, എന്നവിടുന്ന് മോശയോട് അരുളി ചെയ്തു, അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. മനുഷ്യൻ്റെ അധ്വാനമോ മനുഷ്യൻ്റെ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ്, കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ അധ്വാനവും നമ്മുടെ കഴിവായിരുന്നു എല്ലാത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവൻ ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പന്നനാകണേ, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവൻ ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പന്നനാകണ്ടേ. ഭൗതിക അർത്ഥത്തിലെടുത്താൽ എത്രയോ പേര് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വന്നിട്ട്, അച്ഛാ, കഴിഞ്ഞ 15 വർഷത്തിൻ്റെ രാവും പകലുള്ള അധ്വാനത്തിന് ശേഷവും ഇന്നും ഒന്നും എടുക്കാനില്ല, നയ പൈസ കയ്യിലില്ല. ഒരു വീട് പണിയാൻ വേണ്ടി 15 വർഷം സൗദി കടന്ന് നട്ടം തിരിഞ്ഞ് ജോലിയെടുത്ത് നാട്ടിൽ വന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു, അച്ഛാ, 15 വർഷത്തെ സൗദിയിലെ ജീവിതം നാട്ടിൽ വന്നിട്ട് ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചിട്ട്, അച്ഛാ, ഈ 15 വർഷത്തെ അധ്വാനം എവിടെ പോയിന്നറിയില്ല, ഒന്നുമില്ല. ഹല്ലേലൂയാ, ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ മനുഷ്യന്റെ അധ്വാനത്തിനും മനുഷ്യന്റെ പ്രയത്നത്തിനും മനുഷ്യന്റെ ആഗ്രഹത്തിനും അപ്പുറം, കണക്കുകൂട്ടലുകൾക്കപ്പുറമായി പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട ആത്യന്തികമായ ദൈവത്തിന്റെ കരുണയുണ്ട്, ദൈവത്തിന്റെ ദയയുണ്ട്. അത് നടക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യന്റെ അധ്വാനമോ മനുഷ്യന്റെ പ്രയത്നമോ ഇതൊന്നും അല്ല, സ്വർഗത്തിന്റെ കരുണയാണ്, സ്വർഗത്തിന്റെ ദയയാണ് ഇന്ന് നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ, ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മൾ വിസ്മരിക്കുക, നമ്മൾ ഇങ്ങനെ ബോധപൂർവ്വം അങ്ങോട്ട് മറക്കുക. ഇത് ഇത്രയും പേര്, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നില്ലേ? ഇവിടെ ഈ വൈകുന്നേരം സായനത്തിൽ ഇത്ര ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടായിട്ടും ഇവിടെ നിങ്ങൾക്ക് നടന്നു വരാനോ വാഹനത്തിൽ വരാനോ ഒക്കെ സാധിച്ചത് ദൈവത്തിന്റെ കരുണയാ. നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവുകൊണ്ടാണ്, നമ്മുടെ ആരോഗ്യം കൊണ്ടാണെന്ന്. അല്ലെ നമുക്കൊരു കാറ് ഇല്ല, കാറുള്ള എത്ര പേര് വീട്ടിൽ തളർന്നു കിടപ്പുണ്ട്? സ്വന്തമായി കാറുണ്ട്, സ്വന്തമായിട്ട് 2 നില വീടുണ്ട്, സ്വന്തമായ സകല സാഹചര്യങ്ങളുണ്ട്. എന്നിട്ടും ദേവാലയ അങ്കണത്തിൽ വരാൻ പറ്റാതെ 4 ചുമരുകൾക്കുള്ളിൽ കിടക്കുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയാ. കയ്യില് 2 വീട് വെക്കാനുള്ള കാശുണ്ട്, വീട് പണിയാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും. ചേട്ടൻ വന്നു പറഞ്ഞു, അച്ഛാ, 2 വീട് പണിയാനുള്ള കാശ് ഇപ്പോഴും കയ്യിലുണ്ട്, പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. ഇത് പണിയാൻ പറ്റണ്ടേ, എങ്ങനെ ശ്രമിച്ചിട്ട് ഇത് പറ്റണില്ല. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. പിള്ളേരൊക്കെ പറയാ, അച്ഛാ, ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട് അച്ഛാ, ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അച്ഛാ, ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അച്ഛാ, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ റിസൾട്ട് വരും അച്ഛാ. എന്തോ
റിസൾട്ട് വരുമ്പോ കഷ്ടപ്പെട്ടതിനനുസരിച്ചുള്ള എന്തില്ലെന്നാ പറയുന്നത്? മാർക്കില്ല. 6 പ്രാവശ്യമായി IELTS എഴുതുന്നത്. IELTS OET 6 പ്രാവശ്യവും തോറ്റു. കഷ്ടപ്പെടാഞ്ഞിട്ടാണോ? എല്ലാ പ്രാവശ്യവും നോക്കുന്ന ഒരു വിഷയത്തിനാ, അതിനെന്തോ BO അങ്ങനെ എന്തോ സംഭവം കിട്ടിയാൽ മതി. അത് കിട്ടുന്നില്ല. മുഴുവൻ അധ്വാനം 24 മണിക്കൂർ അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനോ കിട്ടുന്നില്ല. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വരം ഉയരട്ടെ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ മനുഷ്യന്റെ അധ്വാനവും മനുഷ്യന്റെ പ്രയത്നവും മനുഷ്യന്റെ ആഗ്രഹങ്ങളും മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ ദയയും ഉണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇത് നമ്മൾ അങ്ങോട്ട് ബോധപൂർവ്വം വിസ്മരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എന്തോ കഴിവുണ്ട്, നമ്മുടെ എന്തോ അധ്വാനം കൊണ്ടും നമ്മളെന്തോ കഷ്ടപ്പെട്ടത് കൊണ്ടും നമ്മളായിട്ടുണ്ടാക്കിയതുകൊണ്ടല്ലേ. വീട്ടിലൊക്കെ ചില വർത്തമാനം പറയുന്നത് അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഈ കഷ്ടപ്പെടാനുള്ള ആരോഗ്യം ആരാ തന്നെ? ഞങ്ങൾ ഈ അധ്വാനിക്കാനുള്ള കഴിവാരാ തന്നെ? ദൈവത്തിന്റെ കരുണയല്ലേ? കുഞ്ഞുനാളിലെ നിനക്ക് രോഗിയായി തീരാമായിരുന്നില്ലേ? ജനിച്ചു വീഴുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് രോഗത്തിന്റെ പിടിയിൽ കിടക്കുന്നു. ജനിച്ച് മാസങ്ങൾ തികയുന്നതിന് മുമ്പേ എത്രയോ മാതാപിതാക്കളുടെ കണ്ണുനീരാ. ഇപ്പോഴും എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് 10-15 പ്രയർ റിക്വസ്റ്റുകൾ. ജനിച്ചിട്ട് 2-3 മാസം പ്രായമായിട്ടുള്ളൂ. അച്ഛാ പ്രാർത്ഥിക്ക്, ഈ പ്രായത്തിൽ ന്യൂമോണിയ വന്നു, ഈ മാസം തികഞ്ഞിട്ടില്ല, മാസം തികയാതെ പ്രസവിച്ചു, ഇപ്പോഴേ അസ്വസ്ഥതകളുണ്ട്, ഹാർട്ടിന് പ്രശ്നമുണ്ട്, ഹാർട്ടിന് തുളയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തോട് ആര് കരുണ കാണിച്ചു? തമ്പുരാൻ കരുണ കാണിച്ചതുകൊണ്ടല്ലേ ഈ സാധനം ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അടിക്കുന്നുണ്ടോ ചേച്ചി? ചിലരുടെ ഇരിപ്പ് കണ്ട ഹൃദയമൊക്കെ വീട്ടിൽ വെച്ചിട്ട് ചിലർക്ക് ഇതൊക്കെ അടിക്കുന്നു. ഇതൊക്കെ തമ്പുരാന്റെ കരുണയാന്നേ. ഇതെല്ലാം ദൈവത്തെ. ഇത് നമ്മൾ ബോധപൂർവ്വം അങ്ങോട്ട് വിസ്മരിക്കുക. ഹല്ലേലൂയ. ശ്രമത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിസ്മരിക്കപ്പെടുന്നിടത്താണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിന് ദയ തോന്നുന്നവരോട് ദൈവം ദയ കാണിക്കും, ദൈവത്തിന് കരുണ തോന്നുന്നവരോട് കർത്താവ് കരുണ കാണിക്കും, കർത്താവിന് അനുകമ്പ തോന്നുന്നവരോട് കർത്താവ് അനുകമ്പ കാണിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് തോന്നണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറയണം, ദൈവമേ ഈ ജീവിതം നിന്റെ കരുണയാണല്ലോ, ഈ ജീവിതം നിന്റെ ദാനമാണല്ലോ, ദൈവമേ ഈ ജീവിതവും ജീവിതത്തിൽ സർവ്വതും നീ ദാനമായി തന്നതാണല്ലോ എന്നുള്ളൊരു ഏറ്റുപറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലാതെ തമ്പുരാന്റെ മുമ്പിൽ വരുമ്പോൾ ഇതെൻ്റെ കഴിവ്, എൻ്റെ അധ്വാനം, ഞാനുണ്ടാക്കിയത്, ഞാൻ സ്വന്തമാക്കിയത്. പ്രിയപ്പെട്ട അങ്ങനെ ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പാടില്ല. തമ്പുരാന്റെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് എത്രമാത്രം എളിമപ്പെടാൻ പറ്റോ, ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ എളിമപ്പെട്ടിട്ട്, ദൈവമേ എനിക്കൊന്നുമില്ല, ഞാൻ ആരുമല്ല, ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നതാണ് എൻ്റെ ജീവിതമെന്ന് തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടെ നിന്ന് പറയാൻ ഒരു ദൈവ പൈതലിന് പറ്റിയാൽ പ്രിയപ്പെട്ടവരെ, അവിടെ സ്വർഗത്തിൻ്റെ അനന്തമായ കൃപ വർഷിക്കപ്പെടും. വചനം പറയുന്നു, പരിശുദ്ധ അമ്മയുടെ താഴ്മയെ സ്വർഗം കടാക്ഷിച്ചു. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കുടുംബത്തിലേക്കാണ് വന്ന് കയറിയിരിക്കുന്നതെങ്കിൽ ദൈവത്തിന് നന്ദി പറ. 3 നേരം ഭക്ഷണം കഴിക്കാനുണ്ടോ? തമ്പുരാന് നന്ദി പറ. വലിയ പ്രശ്നമില്ലാത്തൊരു ജീവിത പങ്കാളിയാണോ കിട്ടിയത്? നന്ദി പറ. മക്കളെ ദൈവം തന്നോ? നന്ദി പറ. എത്രയോ മാതാപിതാക്കൾ ഇന്ന് 15-20 വർഷം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ നൊമ്പരം പേറിക്കൊണ്ട്, ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് എല്ലാ രാത്രിയുടെ യാമങ്ങളിലും കണ്ണുനീരോടെ കടന്നുറങ്ങുന്ന എത്രയോ ദമ്പതിമാരുണ്ട്. കരുണ കാണിച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരുണയാണ്, ഓരോ മണിക്കൂറും ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ഇങ്ങനെ ദയ കാണിക്കുന്നു, ദൈവം ഇങ്ങനെ കരുണ കാണിക്കുന്നു. ഇതിന് നമ്മൾ നിരന്തരം ബോധത്തോടെ അത് അംഗീകരിക്കണം. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ. ഇതിന് പ്രശ്നം എന്താണെന്നറിയാം, നമുക്ക് ഈ കരുണയാണെന്ന് ഒരു വ്യക്തിക്ക്, ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ ഏറ്റുപറയാൻ അംഗീകരിക്കാനും പറ്റിയില്ലെങ്കിൽ ഒരിക്കലും കരുണ കാണിക്കാൻ പറ്റില്ല. പ്രശ്നം ഇവിടെ കിടക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ജീവിത പങ്കാളിയോട്, മക്കളോട്,
കൂടപ്പിറപ്പുകളോട്, അയൽവാസികളോട്, സഹോദരങ്ങളോടൊന്നും കരുണ കാണിക്കാൻ പറ്റാത്തതിന് അടിസ്ഥാന കാരണം എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരുണയാണെന്ന് ഞാൻ ഹൃദയത്തിൽ അംഗീകരിക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ, നമ്മുടെ കൂടെ വസിക്കുന്നവരോട് കരുണ കാണിക്കാൻ നമ്മൾ മറന്നുപോകും. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരുണയാണ്, ദയയാണെന്ന് ബോധപൂർവം അംഗീകരിക്കാൻ മറന്നുപോയാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ചിലവർ പറയാം, അച്ഛാ എന്ത് അച്ഛാ വീട്ടിലൊരു സമാധാനം ഇല്ല അച്ഛാ. അതെന്നാ ചേച്ചി? ചേട്ടൻ കാരണം സമാധാനമില്ല അച്ഛാ. ചേട്ടൻ പറയും, അച്ഛാ വീട്ടിലൊരു സ്വസ്ഥതയില്ല അച്ഛാ. അതെന്നാ ചേട്ടാ? ജീവിത പങ്കാളിയുടെ ഈ സ്വഭാവം എങ്ങനെ സമാധാനം ഉണ്ടാച്ചോ? ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ഒരു സഹോദരി ഫോൺ വിളിച്ചതാ. 16 വർഷം വിവാഹം കഴിഞ്ഞിട്ട് ചേട്ടൻ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തേക്കുക. 2 പിള്ളേരുണ്ട്. 2 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. പുള്ളിക്കാരത്ത് പറഞ്ഞ് അന്ന് ഞാൻ തന്നേക്കാം, ഞാനും സമ്മതിച്ചേക്കാം. പക്ഷെ ഭയങ്കര വിഷമം. പിന്നെ വിളിച്ചൊരു ആലോചന ചോദിക്കാൻ വേണ്ടി വിളിച്ചാൽ 2 പേരും ഇപ്പോൾ അകലങ്ങളിലാണ്. നമ്മുടെ ദൈവമല്ലേ കൂട്ടിച്ചേർത്തേ. അപ്പം ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടല്ലേ നിർത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ വാ, എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് 2 പേരും കൂടിയും ഒരാലോചന നടത്താം. നമ്മളെങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ദൈവത്തോടൊന്നും ആലോചിക്കുകയല്ല, നമ്മൾ നാട്ടുകാരോട് മുഴുവൻ ചോദിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ ഇന്നലകളിലെ അനുഭവങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ അങ്ങോട്ട് ജഡ്ജ് ചെയ്യും. അത് ശരിയാകണമെന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടി ദൈവസന്നിധിയിൽ വന്നിരുന്ന് ദൈവത്തോട് അടുത്ത അവധി എടുത്ത് മാർച്ച് വരുന്നുണ്ട്, വരുമ്പോൾ ക്യാരിസ് ഭവനിൽ വരിക. 2 പേരും കൂടിയും ഒരുമിച്ച് ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് ആരംഭിച്ചത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ പിരിയാം. അതല്ലേ നല്ലത്? വഴി വെച്ച് പിരിയണ്ടല്ലോ. 2 പിള്ളേരുണ്ട്. പുള്ളിക്കാരും അച്ഛൻ എനിക്ക് നിർത്തണമെന്ന് താല്പര്യമില്ല, പക്ഷേ പുള്ളി നിർത്തണമെന്നാണ് പറയുന്നത്, പറ്റില്ലെന്നാണ് പറയുന്നത്. ഡൈവോഴ്സ് തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാ ചെയ്യേണ്ടത്? ഞാനപ്പോൾ അതുകൊണ്ട് ഡൈവോഴ്സിന് സമ്മതിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഡൈവോഴ്സിന് സമ്മതിച്ചില്ലെങ്കിൽ പുള്ളി ആത്മഹത്യ ചെയ്താലോ, ജീവിച്ചിരുന്നോട്ടെ. അവർ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന്. അതൊക്കെ പിശാചിൻ്റെ ഓരോരോ ആത്മഹത്യയുടെ സംസാരവും ആത്മഹത്യയുടെ സ്വരവും ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് പിശാചിൻ്റെ സ്വരമാണ്. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, സ്വരം ഉയരട്ടെ. ഹല്ലേലൂയ. എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ശ്രദ്ധിച്ചു കേട്ടോ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ ആർക്കും വേണ്ട, ചത്താ മതി, എന്തിനാ എങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇതിലും വേദം ഞാൻ കെട്ടിത്തൂങ്ങി ചാകാൻ പോവാ. പറയാൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല അച്ഛാ, പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ്, വചനം പറയുന്നു, അത് ആത്മഹത്യയുടെ ദുർഭൂതമാണ്, ദുരാത്മാവാണ്, പരിശുദ്ധാത്മാവല്ല. ഹല്ലേലൂയ. കാരണങ്ങളുണ്ടാകും അങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ടാകാം. അച്ഛൻ അറിയാൻ പാടില്ല എന്നിട്ട് ആ വീട്ടിലെ കാരണങ്ങൾ. പക്ഷേ ഏത് കാരണത്തിൻ്റെ നടുവിലും നീ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നിന്റെ കരം പിടിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിൻ്റെ കരം നീ അപ്പോൾ ചേർത്ത് പിടിക്കാത്തത് കൊണ്ടല്ലേ നീ ആത്മഹത്യയെക്കുറിച്ച് പറയുന്നത്? അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. എന്നിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വചനം പറയുന്നത് പോലെ, സുവിശേഷം പഠിപ്പിക്കുന്നത് പോലെ, അനേകം ഇന്നലകളുടെ സഭയിലെ രക്തസാക്ഷികൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലും സ്വർഗം ദർശിച്ചിട്ട് ഒരു ആനന്ദത്തോടെ പറയും, അപ്പാ ഇതാ നിന്നെ ഞാൻ ദർശിക്കുന്നു, ഇതാ സ്വർഗം എൻ്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു. സർവ്വത്ത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്നതുണ്ട്, ലോകം സംസാരിക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്നറിയോ? നമ്മളിങ്ങനെ ലോകം പറയുന്നത് ലോകത്തിനൊരു ഭാഷയുണ്ടെന്നേ നമ്മൾ അറിയണത്. അനേകം ക്രിസ്ത്യാനികൾക്ക്, അനേകം ദൈവമക്കൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ലോകത്തിൻ്റെതൊരു ഭാഷയുണ്ട്. There is a language of the world. ലോകത്തിന്റെ ഭാഷയുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ ഒരു ഭാഷയുണ്ട്. ഇതറിയണം. ഇതെങ്ങനെയാണെന്നറിയോ? നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ലോകത്തിന്റെ ഭാഷയാണ്, ലോകത്തിന്റെ സ്വരം തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ലോകത്തിന്റെ കേട്ട സ്വരത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ്. അതിനപ്പുറം നിൽക്കുന്ന
ദൈവത്തിൻ്റെ ഒരു സ്വഭാവവും ദൈവത്തിൻ്റെ ഒരു സ്വരവും ദൈവത്തിൻ്റെ ഒരു ഭാഷയും ഉണ്ടെന്ന് അറിയാൻ, മനസ്സിലാക്കാൻ, ഏറ്റെടുക്കാൻ പറ്റാതെ പോകുമ്പോൾ പ്രിയപ്പെട്ട അനേകർ ഇന്ന് ജീവിതം പാതി വഴിക്ക് അവസാനിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം പോലും ജീവിതത്തിൽ ജീവിക്കേണ്ടതുപോലെ ഒരു ആത്മീയ ആനന്ദത്തിൽ ജീവിക്കാൻ പറ്റാത്തതിൻ്റെയും ഒരു സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റാത്തതിൻ്റെയും അടിസ്ഥാന കാരണം കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ സ്വരമാണ്, ദൈവത്തിൻ്റെ സ്വരം അല്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഈ ലോകത്തിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലോകത്തിൻ്റെ ഭാഷ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് പറയുന്നതായിരിക്കണമെന്നില്ല നാളെ എന്തോ പറയുന്ന, ഇന്നലെ പറഞ്ഞതായിരിക്കുന്നില്ല നാളെ. നിങ്ങൾ ചുമ്മാ എല്ലാ ദിവസവും പത്രം എടുത്ത് വായിച്ചാൽ മതിയല്ലോ, എല്ലാ ദിവസവും വെറുതെ പത്രം വായിച്ചാൽ മതി. ഇന്ന് പറയുന്നതായിരിക്കുന്നില്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതായിരിക്കുന്നു മറ്റന്നാൾ. അതുകൊണ്ട് ഞാൻ പത്രം വായന നിർത്തി, സമാധാനമുണ്ട്. ഹല്ലേലൂയ. ടി വി കാണലും നിർത്തി, സ്വസ്ഥതയുണ്ട്. എന്ത് സുഖമെന്നറിയാമോ? ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്തൊരു ആശ്വാസം ഉണ്ടെന്നറിയാമോ? പത്രമൊക്കെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അത് മാത്രം എടുത്ത് അങ്ങോട്ട് വായിക്കും. പ്രത്യേകിച്ച് പാർട്ടിക്കാരുടെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള എല്ലാ പത്രവാസികളുടെ വായനകളും അച്ഛൻ മുഴുവനായിട്ടും നിർത്തി. കാരണം ഇന്ന് പറയുന്നതല്ല നാളെ പറയും, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയും. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതാണ് പറയും. നമ്മളിതൊക്കെ കേട്ട് നമ്മുടെ സമയം, നമ്മുടെ ഈ സിസ്റ്റത്തെ എന്തിനു നമ്മൾ വെറുതെ മലിനമാക്കണം? ലോകത്തിൻ്റെ ഭാഷ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമല്ലേ. നമ്മുടെ പിള്ളേരൊക്കെ, ദൈവമേ, ഈ പിള്ളേരൊക്കെ ഈ ഇത്രയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ കാരിസ്മനിൽ എല്ലാ ദിവസവും കൊണ്ടുവരും, മാതാപിതാക്കൾ കൊണ്ടുവരുന്ന. അച്ഛനൊന്ന് പ്രാർത്ഥിക്കുന്ന, എൻ്റെ അച്ഛാ ഒരു മിനിറ്റ് വെറുതെ കിട്ടി അപ്പം ഓടും. ഓടിയിട്ട് മൊബൈൽ എടുത്തിട്ട് മറ്റേ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട്, എനിക്ക് തന്നെ ഇപ്പോൾ ഒന്നിൻ്റെ പേരറിയത്തില്ല. ഓരോരുത്തർ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കോ, മൊബൈൽ ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കോ, അതിങ്ങനെ ചരിച്ച് സെറ്റാക്കി. അതിന് തന്നെ ഒരു ഹാൻഡിലുണ്ട്. ഇപ്പോൾ മൊബൈലിൻ്റെ കവറിന് തന്നെ ഒരു ഹാൻഡിലുണ്ട്. അപ്പോൾ ഈ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യത്തിന് ഹാൻഡിൽ മേടിച്ചിട്ടിട്ട് ഇങ്ങനെ സെൻറ്റ് വെച്ചേക്കുക. എന്നിട്ട് ഈ കൊച്ചിങ്ങനെ അത് മുഴുവൻ തന്നെ ഇങ്ങനെ വായം വിളിച്ച് നോക്കിയിരിക്കും. ഇതെങ്ങാനൊന്നും മാറ്റാവോ? എന്നാ സംഭവിക്കും പറ, നിങ്ങൾ പറ. ഒന്ന് പിടിച്ചൊന്ന് മാറ്റി നോക്കിക്കേ. ഇല്ലെങ്കിൽ ഇന്ന് ചെല്ലുമ്പോൾ ആ ടി വിയുടെ കൺട്രോളൊന്ന് പിടിച്ച്, മറ്റേ റിമോട്ട് കൺട്രോളൊന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പിടിച്ച് മേടിച്ച് നോക്കുക. ഇല്ലെങ്കിൽ ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ അയ്യോ എനിക്കൊന്ന് 3 വയസ്സോ 3.5 വയസ്സോ 3 അത്രേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. അതിൽ ചെന്നപ്പോൾ അവൻ എന്തോ ഒരു ട്യൂട്ടോറിയൽ പോലത്തെ ഒരു ആങ്കൊച്ചും ഒരു പെങ്കൊച്ചും കൂടി ഇങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഇതാണ്. എനിക്കറിയില്ല എന്നാന്ന് പറയാനായിട്ട്, അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഇത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവനിങ്ങനെ ഭയങ്കര അതിനകത്ത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം പോയി ഇങ്ങനെ സൈഡിൽ നിന്ന് ഭയങ്കര ഇങ്ങനെ 3 വയസ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടന്നിട്ട് നല്ല കംഫർട്ടബിളായിട്ട്, എൻ്റെ ഒരു ആൻറ്റിയുടെ കുടുംബത്തിൽ ചെന്ന് അപ്പോൾ ഇങ്ങനെ ഭയങ്കര കംഫർട്ടബിളായിട്ട് കൊച്ചു ഇങ്ങനെ കിടന്ന് ഇങ്ങനെ അത് കണ്ട് കാലഘട്ടം ഇങ്ങനെ അടിച്ച് നല്ല സുഖമായിട്ട് കൊച്ചിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്കിതൊന്നും പിടുത്തം കിട്ടുന്നില്ല. ഏതാണ്ട് അങ്ങോട്ട് പോകുന്നു, പിള്ളേർ ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. പക്ഷേ ഇത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ആ പ്രായത്തിൻ്റെ. ഇപ്പം ഞാൻ സൈഡിൽ ഈ ബെഡിൻ്റെ സൈഡിൽ തന്നെ ഞാനും കൂടി അങ്ങോട്ട് കയറി അങ്ങോട്ട് കിടന്നു. ശ്രദ്ധിക്കുന്ന പോലുമില്ല, തൊട്ട് സൈഡിലാണ് ഞാൻ കിടക്കുന്നത്, മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഓക്കെ, ഇത്ര അടുത്ത് അവൻ ഇവിടെ കിടക്കുന്നു, ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നു. ആരാണ് കിടക്കുന്നതെന്ന് പോലും അവൻ നോക്കുന്നില്ല. ഓക്കെ, തൊട്ടടുത്ത് കിടക്കുന്ന ഇത്രയും അവനെ തൊട്ട ഇതിലാണ് ഞാൻ കിടക്കുന്നത്. എന്നിട്ടും ഇവൻ്റെ സിസ്റ്റം മുഴുവനും വേറെ ലോകത്താ 3 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ സിസ്റ്റം ഇപ്പോഴേ തന്നെ ലോകം വെച്ച് നീട്ടി ഒരു നൗമനുഷികമായ സുഖത്തിൻ്റെ ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിസ്റ്റം കിടക്കുന്നത്. ഞാനൊരു തോണ്ട് കൊടുത്തു, അവന് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവസാനം ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് അവൻ്റെ കയ്യിലിരുന്ന ആ മൊബൈല് പയ്യ അവനൊന്ന് അറ്റൻഷൻ, നമ്മളിങ്ങനെ കിടപ്പുണ്ടാ ഒന്ന് നോക്കടാ എന്ന്, എടാ എന്നെ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയുന്നല്ലേ. ഞാൻ അവൻ്റെ ഒന്ന് പയ്യ ആ മൊബൈലൊന്ന് പയ്യ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിക്കാൻ നോക്കി, ഒന്ന് ഇറുക്കിക്കൊണ്ട് പിടിച്ചു. ഞാൻ വീണ്ടും വലിച്ചു, അവൻ വീണ്ടും ഇറുക്കി പിടിച്ചും കൊണ്ടിരുന്ന് ഞാൻ എടുത്ത് ഇതൊക്കെ കണ്ണൊക്കെ ചുരുട്ടി എൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം, പല്ല കടിഞ്ഞു. അവനോ എൻ്റെ ദൈവമേ, നമ്മൾ ഈ മറ്റേ പണ്ടത്തെ ഭൂത പ്രേതാദികളുടെ പടമൊക്കെ കാണുമ്പോഴുള്ള മോഹം പോലും എൻ്റെ കണ്ണും കൊണ്ട് കയ്യൊക്കെ ഇടിച്ചിട്ട് തന്നില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അപ്പം നമ്മൾ ഇടിച്ചാൽ പഞ്ചറായി കളഞ്ഞാൽ. അവൻ വാശി അങ്ങോട്ട് കയറിയിട്ട് ഞാൻ പിന്നെ വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടല്ല എന്ന് കരുതി, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടല്ല എന്ന് കരുതി ഞാൻ ആ മൊബൈലോട് കൊടുത്തു.
ഈ സിസ്റ്റം നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക്, ഈ കുഞ്ഞുങ്ങളുടെ സിസ്റ്റത്തിൽ ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് ലോകം ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ യൗവനങ്ങളുടെ, നമ്മുടെ കുടുംബജീവിതങ്ങളുടെ, നമ്മുടെ വാർദ്ധക്യത്തിൻ്റെ സകലയുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെ നിറഞ്ഞ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നോ, ലോകത്തിൻ്റെ ഭാഷ സിസ്റ്റത്തിലുണ്ട്, പക്ഷേ സ്വർഗത്തിൻ്റെ ഭാഷ നമ്മുടെ കുഞ്ഞുങ്ങളുടെയോ ഈ കാലഘട്ടത്തിൻ്റെ പല ജീവിതങ്ങളുടെയോ സിസ്റ്റത്തിൽ ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുക. കയറാൻ പറ്റണില്ല, ഇത് കയറ്റുന്നില്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ഈ ഇടവകയിൽ എത്ര കുടുംബമുണ്ട്? ഈ ഇടവകയിൽ 140, 240. ഒരു നോർമലി ഒരു 2 വീട്ടിലെങ്കിലും ഒരു 10-15 വയസ്സുള്ള പിള്ളേരുണ്ടാവുമല്ലോ, അല്ലേ? 10-20 വയസ്സ് ഇടയ്ക്കുള്ളത്. ഇവിടെ ഇരിക്കുന്നതിൽ എത്ര യുവജനങ്ങളുണ്ട്? നിങ്ങൾ നോക്കിക്കേ, നമുക്ക് എത്ര പിള്ളേരുണ്ട്? ഈ വചനം കേൾക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവരെല്ലാവരും പഠിക്കുവാന്ന്. പിന്നെ അങ്ങനെ വിശ്വസിക്കാൻ ഞാൻ അത്ര വലിയ മണ്ടനൊന്നുമല്ല. ഞാൻ ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുന്നത്. എല്ലാവരും പഠിക്കുക വെച്ചോ. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇപ്പോൾ നോക്കിക്കോ, നിങ്ങളിവിടെ പള്ളി വന്നതിൻ്റെ ആഘോഷം അവിടെ നടക്കുന്നുണ്ടാകും. അവിടെ നല്ല ആഘോഷമായിരിക്കുന്നു. ഇപ്പോൾ അപ്പനും അമ്മയും പള്ളിയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്, കാരിസ്മലിൽ കുർബാനയ്ക്ക് വന്നുകൊണ്ടിരുന്ന പിള്ളേരാണ്. ഞാനിപ്പോൾ കാരിസ്മലിൽ വന്നിട്ട് ഏകദേശം 10 വർഷം, ഒരു 3-4 വർഷം മുമ്പാണ്. അന്ന് ആ പിള്ളേർ ഒരുത്തനും എനിക്ക് തോന്നുന്നു ഒരു 6-ലും അതിൻ്റെ ഇളയവൻ 4-ലോ 3-ലോ കണ്ടുണ്ട്. രണ്ടും ആൺപിള്ളേരാണ്. അപ്പോൾ ഇവർ കോട്ടയം രൂപതയാണ്. അപ്പോൾ കോട്ടയം രൂപതക്കാർക്ക് അവർക്ക് ഈ മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. അവർക്ക് തലേന്ന് ഭയങ്കര ആഘോഷമായിട്ട് പരിപാടി. അപ്പോൾ ഈ പിള്ളേർക്ക് പിറ്റേ ദിവസം പരീക്ഷ. അപ്പനും അമ്മയും തൊട്ടടുത്ത് തന്നെയാണ്, അവരുടെ ഫസ്റ്റ് കസിൻ. അപ്പോൾ ഒത്തിരി അകലെയൊന്നുമല്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പരിപാടിക്ക് പോവുകയാണ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പഠിച്ചോ, നാളെ പരീക്ഷയുള്ളൂ, നിങ്ങൾ വരണ്ട, അവിടെ വന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വരട്ടെ, വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പനും അമ്മയും കൂടി അങ്ങോട്ട് പോയി. അപ്പോൾ ഈ വീട്ടിലിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിള്ളേർ പരീക്ഷയുടെ സമയം കഴിഞ്ഞാൽ പിന്നെ TV ഒന്നും ഓണാക്കാൻ സമ്മതിക്കില്ല. ഇവരങ്ങോട്ട് പോയി. ഇത് കഴിഞ്ഞ് അവരങ്ങോട്ട് പോയി. ഒരു 8, 7:30, 8 അവർ വീട്ടിൽ നിന്ന് പോയി. എല്ലാവർക്കും പിള്ളേർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചോ, എന്നിട്ട് നിങ്ങൾ പൂട്ടിയിട്ടോ, ഞങ്ങൾ നാളെ രാവിലെ വരുള്ളൂ, നിങ്ങൾ ഉള്ളിൽ നിന്നൊക്കെ കുറ്റിയിട്ടോളാൻ പറഞ്ഞിട്ട് ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെയും ഈ 4-ലോ പഠിക്കുന്നവൻ 2 അവിടെ ഇരുത്തിയിട്ട് അവർ പോയി. തൊട്ടടുത്ത് തന്നെ അതുകൊണ്ട് ഇത്തിരി ആയാലും അവർക്ക് ഇത്ര ലേറ്റായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവരങ്ങോട്ട് പോയി. അവർ വന്നത് 2-3 മണിയാകുമ്പോൾ കൊണ്ടാണ് ഇവിടുത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞ് വന്നത്. അവിടെ എല്ലാ ആഘോഷങ്ങളും ഉള്ളത് കൊണ്ട് ആഘോഷമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആ സമയമായി. ഇപ്പോൾ ഇവിടെ ഈ പിള്ളേർ കാരിസ്മലിൽ വന്നങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൊച്ചു പറഞ്ഞ, ഇന്നലെ ഞങ്ങൾക്ക് ഉത്സവമായിരുന്നു. എന്ത് ഉത്സവം? വീട്ടിൽ ഉത്സവമായിരുന്നു. എന്നടാ വീട്ടിൽ ഉത്സവം? അമ്പലത്തിലൊക്കെ ഉത്സവം നടക്കുന്നുണ്ട്, നിന്റെ വീട്ടിൽ എന്നായിരുന്നു പരിപാടി ഇന്നലെ വല്ല? അപ്പോൾ പറഞ്ഞ അപ്പനും അമ്മയും കൂടെയും ഞങ്ങളുടെ റിലേഷൻ്റെ അവിടെ മൈലാഞ്ചി കല്യാണത്തിന് പോയതാണ്. അപ്പോൾ ഞങ്ങൾ മേക്ക് ഷുവർ ചെയ്തു അപ്പനും അമ്മയും പോയിന്ന്. ഉള്ളിൽ നിന്നൊക്കെ കുറ്റി ഇട്ടിട്ട് TV ഓണാക്കിയിട്ട് 8:30 ആയപ്പോൾ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് TV ഓണാക്കിയിട്ട് 1 മണി വരെ മുഴുവൻ സമയം ഇരുന്ന് ഞങ്ങൾ TV കണ്ടു. കുറേ നാളെത്തിയച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സന്തോഷമായി പിള്ളേർക്ക്. അപ്പനും അമ്മ വീട്ടിൽ നിന്ന് പോയതോടെ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. കണ്ടോ, ഇങ്ങനെ ഏതാണ്ട് ഈ പിള്ളേരൊക്കെ ശ്വാസം മുട്ടിയായിരുന്നു നമ്മുടെ വീട്ടിൽ കഴിയുന്നത്. ശ്വാസം മുട്ടി പല കുടുംബങ്ങളിലും പിള്ളേർ ശ്വാസം മുട്ടിയാണ് കഴിയുന്നത്. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സിസ്റ്റം മാത്രമല്ല, നമ്മുടെ വരുന്ന തലമുറകളുടെ, നമ്മുടെ യൗവനങ്ങളുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിസ്റ്റത്തിലേക്ക് പ്രിയപ്പെട്ട ലോകത്തിൻ്റെ ഭാഷ മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു ഭാഷ, ഒരു ലാംഗ്വേജും കൂടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിസ്റ്റത്തിൽ വേണം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇവിടെ ഈ പാലക്കാട് ഏരിയയിലെ കണ്ടല്ലേ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ പൊന്നത്തിന് A+ കിട്ടില്ലെന്ന് പറഞ്ഞാൽ ആരോ തൂങ്ങിച്ചാവോ അങ്ങനെ മരിച്ചത് ഒരു പങ്കുവെച്ച് പാലക്കാട് ഏരിയയിൽ മലപ്പുറം മറ്റേ ഡാമിനടുത്താണ് കണ്ടുള്ളത്. ഈ സിസ്റ്റം പ്രവർത്തിക്കുന്ന അപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി. വാട്ട് ഈസ് നെക്സ്റ്റ്? അല്ലെ, സിസ്റ്റത്തിൽ 5 മാർക്ക് കുറഞ്ഞു പോയി. ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല, പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ എന്നാ ചിന്തിക്കുന്നത്? അടുത്ത ചിന്ത, ഇന്നലകളിൽ എന്താണ് ലോകത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇവളുടെ മനസ്സ് ഇന്നലകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതങ്ങോട്ട് സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് തകട്ടി വരും. അതേ ഉള്ളൂ ഈ സിസ്റ്റത്തിൽ, വേറെ ഇല്ല. എന്നാലും ഇവിടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്,
നീ പരാജയപ്പെട്ടോട്ടെ, നീ തകർന്നു പൊക്കോട്ടെ, നീ പാപത്തിന്റെ പടുക്കുഴിയിൽ കടന്നോട്ടെ, നിന്നെ എനിക്ക് വേണം, നീ എൻ്റെ സ്വന്തമാണ്, നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഭാഷ സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സിസ്റ്റത്തിലില്ല. അതുകൊണ്ട് ലോകം എന്താണോ പറഞ്ഞത്, ഇന്നലകളിൽ ലോകം എന്താണോ ചെയ്തത്, എങ്ങനെയാണ് ലോകം തീരുമാനമെടുത്തത്, ആ തീരുമാനത്തിലേക്കാണ് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്.